പാക് അധീന കശ്മീരിൽ വൻ പ്രക്ഷോഭം. വൈദ്യുതി, ഗോതമ്പ് എന്നിവയുടെ അമിത വിലവർധനവിനെതിരെയും അടിസ്ഥാനാവകാശങ്ങൾ നിഷേധിക്കുന്നതിനെതിരെയുമാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. എന്നാൽ അഭയാർത്ഥികൾക്കായുള്ള സീറ്റ് സംവരണത്തെ ചൊല്ലി പ്രക്ഷോഭകരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കടുത്ത ഏറ്റുമുട്ടലിൽ 15 പേർ കൊല്ലപ്പെടുകയും തുടർന്ന് പ്രക്ഷോഭം വലിയ രീതിയിൽ വ്യാപിച്ചതിനെയും തുടർന്ന് 1.5 ലക്ഷത്തിലധികം പേരാണ് ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെയുമായി തെരുവിലിറങ്ങിയത്. പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്ത ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ രാജ്യദ്രോഹം, ഭീകരവാദം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഭരണകൂടം നിരോധിക്കുകയും നേതാക്കൾക്കെതിരെ കർശന നടപടിക്ക് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിരോധനത്തെ മറികടന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ചിൽ പങ്കെടുത്തത്. ഇത് പലയിടങ്ങളിലും സുരക്ഷാ സേനയുമായി വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് കാരണമായി. രാവലക്കോട്ട് നഗരത്തിന് പുറത്തായി 10,000-ത്തിലധികം വരുന്ന പ്രക്ഷോഭകരുടെ വലിയൊരു സംഘം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രാദേശിക അധികൃതർ അറിയിച്ചു. ഇവർക്ക് മുന്നോട്ടു പോകാൻ അനുമതി നൽകില്ലെന്ന് പൂഞ്ച് ഡിസ്ട്രിക്ട് കമ്മീഷണർ വ്യക്തമാക്കി. ക്രമസമാധാനം ഉറപ്പാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രവിശ്യയിൽ ഉടനീളം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാൻ പള്ളികൾ വഴി അനൗൺസ്മെന്റുകൾ നൽകുന്നുമുണ്ട്. അതേസമയം പ്രവിശ്യയിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതായും വ്യാപകമായ രീതിയിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതായും മനുഷ്യാവകാശ സംഘടനയായ അനംസ്റ്റി ഇന്റർനാഷണൽ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും മാർച്ചുമായി മുന്നോട്ടു പോകാനാണ് പ്രക്ഷോഭകരുടെ തീരുമാനം. ഇതോടൊപ്പം JAAC പൊതുപണിമുടക്കിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുസാഫഹാബാദിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. സുരക്ഷാ ഭീതി കാരണമാണോ അതോ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണോ കടകൾ അടച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ വ്യക്തമാക്കുന്നു.